നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ നമ്മളാക്കി തീർത്ത നമ്മുടെ 7 തലമുറകളിൽപ്പെട്ട പൂർവികർ, നമ്മുടെ പിതൃക്കന്മാർ നമ്മളെ കാണാനെത്തുന്ന മറ്റൊരു കർക്കിടക വാവ് കൂടി വരാൻ പോവുകയാണ്. ഈ വരുന്ന ബുധനാഴ്ചയാണ് കർക്കിടക വാവ് ബലി ദിവസം. നിങ്ങൾ ബലിയിട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്ന 9 കാര്യങ്ങളിൽ 2 കാര്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കാര്യം നിങ്ങളുടെ വീട്ടിൽ ചെയ്യണേ. നിങ്ങളുടെ വീട് രക്ഷപ്പെടും, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. പിതൃപ്രീതിയാൽ നിങ്ങളുടെ മക്കളുടെ ജീവിതം രക്ഷപ്പെടുന്നതാണ്. ഏറ്റവും അച്ചിട്ടായ കാര്യമാണിത്, ഏറ്റവും സത്യമുള്ള കാര്യം. കർക്കിടക വാവ് ദിവസം, ബുധനാഴ്ച ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കാര്യം, ഞാൻ ഈ പറയുന്ന 9 കാര്യങ്ങളിൽ 2 കാര്യം വീട്ടിൽ ചെയ്യൂ. പിതൃക്കന്മാർ വരും, അനുഗ്രഹിക്കും. സാക്ഷാൽ നാരായണന്റെ അനുഗ്രഹം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകും. ആ വീട് രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും സത്യമുള്ള 9 കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഞാൻ പറയുന്നത് കേട്ടു നോക്കൂ, കേട്ടിട്ട് ചെയ്യൂ. ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കർക്കിടക വാവ് ദിവസം നിങ്ങൾ ബലിയിട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഊണ് വിളമ്പുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഉച്ചയ്ക്ക് ആഹാരം വിളമ്പുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു പങ്ക് പിതൃക്കന്മാർക്ക് വെച്ചുകൊടുത്ത് വെള്ളം തളിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ആഹാരം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് ഉച്ചയ്ക്ക് ഒരു ചെറു വാഴയില വെട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉച്ചയൂണിനുള്ളത്, പ്രത്യേകം ഒന്നും തയ്യാറാക്കണ്ട. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉച്ചയൂണിന് തയ്യാറാക്കുന്നത് അത് ഒരു വാഴയിലയിൽ വിളമ്പി, ഒരു വാഴയിലയിൽ തൊടുകറികൾ അല്ലെങ്കിൽ കറികൾ, ആ പറയുന്ന ചോറ് വിളമ്പി വെച്ചു കൊടുത്ത്, ഒരു ഗ്ലാസ് ജലവുമായിട്ട് വെച്ചു കൊടുത്ത്, പറ്റിയാൽ ഉച്ച സമയത്ത് പോയൊന്ന് നിലവിളക്കും കൂടെ കത്തിച്ച് വെക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഉച്ചയ്ക്ക് വിളക്ക് കത്തിക്കുന്നുണ്ട് ഒരു ദോഷവും ഇല്ല. ഉച്ചയ്ക്ക് നിലവിളക്കും കൂടെ കത്തിച്ച്, പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിൽ, അല്ല വിളക്ക് വെക്കുന്നിടത്താണെങ്കിൽ വിളക്കും കൂടെ കത്തിച്ച് വെച്ച് നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ, നിങ്ങൾ ആഹാരം കഴിക്കുന്ന ഊണുമേശയിൽ ആ ഒരു ഇല വിളമ്പി വെച്ച് ഒരു 5 മിനിറ്റ് അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നാരായണ 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 പറഞ്ഞുകൊണ്ട് ഒരല്പം പിതൃക്കന്മാരെ എല്ലാം ഒന്ന് ഉള്ളിൽ സ്മരിച്ചുകൊണ്ട്, ഓർമ്മയുള്ള കാലം തൊട്ടുള്ള പിതൃക്കന്മാരെ എല്ലാം അവരുടെ സുന്ദരമായിട്ടുള്ള ആ മുഖം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ഒരല്പം ജലം തളിക്കുക. നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വെച്ചു കൊടുക്കുന്നത് പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ടാകട്ടോ. ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമായിരിക്കും. ഏതൊരുവനാണോ ഇത് വീട്ടിൽ ചെയ്യുന്നത്, പിതൃക്കന്മാരുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാകും. ബലിയിട്ടാലും ശരി, ഇട്ടില്ലെങ്കിലും ശരി, ഈ വെച്ചു കൊടുക്കുന്നതിൽ പരമൈശ്വര്യം. നമ്മളാക്കി തീർത്ത നമ്മളുടെ പൂർവികന്മാർക്ക് ഒരു നേരത്തെ അന്നം വിളമ്പാൻ കിട്ടുന്ന അവസരമാണ്. ആരും വിട്ടുകളയരുത് എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. പറ്റുന്ന എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. 9 കാര്യം ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പറ്റുന്നവരെല്ലാം, വീട്ടിൽ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഇത് ചെയ്യണം. ചെയ്യുന്നവർക്ക് അതിൻ്റെ ഐശ്വര്യം കിട്ടും, നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കർക്കിടക വാവ് ദിവസം മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എല്ലാവർക്കും വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, പക്ഷെ ബലിയിടാനും മറ്റുമൊക്കെ ആയിട്ട് മഹാവിഷ്ണു സങ്കല്പത്തിലുള്ള, നാരായണ തിരുരൂപത്തിലുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ബലിയിടാൻ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ അമ്പലത്തിൽ ഒരു സുദർശന പുഷ്പാഞ്ജലി നടത്തണം കേട്ടോ. ഏറ്റവും ഗംഭീരമായിട്ടുള്ള പുഷ്പാഞ്ജലിയാണ് ഈ കർക്കിടക വാവ് സമയത്ത് നടത്താനായിട്ട്. ഏറ്റവും നല്ല പുഷ്പാഞ്ജലി വിഷ്ണു അമ്പലത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ സുദർശന പുഷ്പാഞ്ജലിയാണ്. വീട്ടിലെ ഗൃഹനാഥൻ്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെയും പേരും നാളും പറഞ്ഞു കൊടുത്ത് ഒരു സുദർശന പുഷ്പാഞ്ജലി അമ്പലത്തിൽ കഴിപ്പിക്കുക. ഒന്നുകിൽ നിങ്ങളുടെ ഗൃഹനാഥൻ്റെ മതി, അല്ലെ ഗൃഹനാഥയുടെ മതി, അല്ല എല്ലാവരുടെയും പേര് നടത്തുന്നുണ്ടെങ്കിൽ ഏറ്റവും കെങ്കേമം 35-45 രൂപയ്ക്കാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് ഫലം കിട്ടും. കർക്കിടക വാവിന് ഇതിനേക്കാൾ നല്ലൊരു പുഷ്പാഞ്ജലി വേറെ ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കർക്കിടക വാവ് തിരു ദിവസം നിങ്ങൾക്ക് ഇതിൽ പരം ഒരു ഐശ്വര്യം കിട്ടാൻ വേറെ ഒന്നുമില്ല. മറ്റൊന്നുമല്ല, കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത്. പിതൃപക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത്. പിതൃലോകത്ത് നിന്ന് കർക്കിടക വാവിന് 7 നാൾ മുമ്പ് പിതൃക്കന്മാർ പുറപ്പെടുമ്പം അവരോടൊപ്പം അവർക്ക് മുന്നേ തന്നെ ദൂതുമായിട്ട് ഭൂമിയിലേക്ക് വരുന്ന, ഭൂമിയിൽ വന്ന് പല ലക്ഷണങ്ങളും കാണിക്കുന്ന ജീവിയാണ് കാക്ക എന്ന് പറയുന്നത്. ആ കാക്കയ്ക്ക് തിരു കർക്കിടക വാവ് പിതൃ ദിവസം അന്നം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരമൊരു പുണ്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. എല്ലാവരും ഉച്ചയ്ക്ക് വീട്ടിൽ ആഹാരം വെന്തിറങ്ങുമ്പം അതിലൊരു പങ്ക് വാഴയിലയിലോ പാത്രത്തിലോ വെച്ച് കാക്കയ്ക്ക് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. എന്താ ഉള്ളതെന്ന് വെച്ചാൽ എള്ള് വീട്ടിലുള്ളവരാണെങ്കിൽ കുറച്ച് എള്ള് തളിച്ചിട്ട് അല്ലെങ്കിൽ എള്ള് വെതറിയിട്ട് അത് കൊടുക്കുന്നതും ഏറ്റവും കെങ്കേമമാണ്. വീടിൻ്റെ അടുക്കളപ്പുറത്തോ വീടിൻ്റെ തെക്ക് ഭാഗത്ത് എവിടെങ്കിലുമോ കാക്കയ്ക്ക് വാവ് ദിവസം ആഹാരം കൊടുക്കുന്നത്, കാക്ക അത് വന്ന് സ്വീകരിക്കുന്നത്, ദോഷങ്ങളുണ്ടെങ്കിൽ കാക്ക സ്വീകരിക്കത്തില്ല, അത് കാക്ക വന്ന് സ്വീകരിക്കുന്നത് ആ വീടിന് ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വീട്ടിനടുത്ത് ശിവക്ഷേത്രമുള്ളവർ ശിവക്ഷേത്രത്തിൽ ഭഗവാന് എരിക്കിൻ പൂമാല ചാർത്തണം കേട്ടോ. കർക്കിടക വാവ് ദിവസം ഏറ്റവും ഗംഭീരമെന്നാണ് പറയുന്നത്. ജീവിതത്തിലെ സകല ദുരിത ദുഃഖങ്ങളും തീരുമെന്നാണ് പറയുന്നത്. വീട്ടിനടുത്ത് മഹാദേവ ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വാഴയിലയിലോ ഒരു പാത്രത്തിലോ അല്ലെ ഒരു തളികയിലോ എരിക്കിൻ പൂ കൊണ്ട് കെട്ടിയ മാല, ചില പൂക്കടകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിനടുത്ത് അവരത് ചെയ്തു തരും, കൃത്യമായിട്ട് എരിക്കിൻ പൂവിൽ ചെയ്തു തരും. അല്ല, നിങ്ങൾക്ക് തന്നെ എരിക്കിൻ പൂ പറിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമാണ്. ഇനി മാല കെട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇലയിൽ പൊതിഞ്ഞ് എരിക്കിൻ പൂവ് ഭഗവാന്റെ നടക്കൽ സമർപ്പിച്ചാലും മതി എന്നുള്ളതാണ്. കർക്കിടക വാവ് ദിവസം ശിവക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നവർ ഭഗവാൻ മഹാദേവൻ പൊന്നുതമ്പുരാന് എരിക്കിൻ പൂമാല അല്ലെങ്കിൽ എരിക്കിൻ പൂവ് സമർപ്പിച്ച് നമഃശിവായ ചൊല്ലി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുഃഖ ദുരിതങ്ങളും തീരും, ആ വീട് രക്ഷപ്പെടും. അത് വെക്കുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഐശ്വര്യം അലയടിക്കും എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അന്നദാനത്തിന് പണം നൽകുക എന്നുള്ളതാണ്. പണം നൽകുക എന്ന് പറയുമ്പം ഒരുപാട് പൈസ ഒന്നും കൊടുക്കുന്ന കാര്യമല്ല പറയുന്നത്. നിങ്ങളുടെ കഴിവിന് പറ്റുന്നത്, നിങ്ങളെക്കൊണ്ട് എന്താണ് നൽകാൻ കഴിയുന്നത് അത് അന്നദാനത്തിന് നൽകുക. ഉദാഹരണത്തിന് ഒരുപാട് ധനസ്ഥിതിയിലൊന്നും അല്ല ഉള്ളത്, അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ അന്നദാന വഞ്ചി അല്ലെങ്കിൽ അന്നദാന ഭണ്ഡാരം, അന്നദാന കാണിക്ക വഞ്ചി ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാണിക്കയിൽ നിങ്ങളെക്കൊണ്ട് സമർപ്പിക്കാൻ പറ്റുന്ന ഒരു തുക, അതല്ല നിങ്ങൾക്ക് അന്നദാനത്തിന് നൽകാനായിട്ട്, അതിപ്പം ക്ഷേത്രത്തിൽ തന്നെ വേണമെന്നില്ല, അന്നദാനം നടത്തുന്ന ഏതൊരു സ്ഥാപനത്തിലും അന്നദാനത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന ഏതൊരു സ്ഥലത്തും നിങ്ങൾക്ക് അന്നദാനം നടത്താം എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല എന്നുള്ളതാണ്. അപ്പം അന്നദാനത്തിൽ പങ്കുകൊള്ളുക എന്നുള്ളതാണ്. കർക്കിടക വാവ് ദിവസം അന്നദാനത്തിന് കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ധനാഭിവൃദ്ധി ഉണ്ടാകും. കൊടുക്കും തോറും കൂടും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. അന്നദാനത്തിന് ധനം കൊടുക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണോ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ കർക്കിടക വാവ് ദിവസം എണ്ണയും തിരിയും നാണയവും സമർപ്പിക്കുക. എന്താണ് എണ്ണയും തിരിയും നാണയം എന്ന് പറയുന്നത്? എണ്ണ അറിയാമല്ലോ, തിരി അറിയാമല്ലോ, നാണയം എന്ന് പറയുന്നത് ചില്ലറ പൈസ നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് സമർപ്പിക്കുക. ഈ കുലദേവതയ്ക്ക് അല്ലെങ്കിൽ കുടുംബദേവതയ്ക്ക് കർക്കിടക തിരുവാവ് ദിവസം അത്തരത്തിൽ എണ്ണയും തിരിയും നാണയവും സമർപ്പിച്ച് ആ കുടുംബത്തിൽപ്പെട്ട പിതൃക്കന്മാരെ സ്മരിച്ചുകൊണ്ട് കുടുംബദേവതയെ തൊഴുന്നതിൽ പരമൈശ്വര്യം വേറെ ഒരു അമ്പലത്തിലും പോയാൽ കിട്ടില്ല എന്നുള്ളതാണ്. വേറെ ഒരു ക്ഷേത്രത്തിലും നിങ്ങൾ പോയി തൊഴുന്നതിനേക്കാൾ ഐശ്വര്യം കുടുംബദേവതയെ കർക്കിടക വാവ് ദിവസം എണ്ണയും തിരിയും നാണയവും സമർപ്പിച്ച് തൊഴുതാൽ ലഭിക്കും എന്നുള്ളതാണ്. പറ്റുന്ന എല്ലാവരും അത് ചെയ്യണം കേട്ടോ. ഇതാണ് ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്. അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് കർക്കിടക വാവ് ദിവസം രാത്രി, അതായത് ബുധനാഴ്ച രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത്, രാത്രി അടുക്കളയൊക്കെ അടച്ച് കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ രാത്രിയിൽ ഉണ്ടാക്കി നിങ്ങൾ കഴിച്ച ആഹാരത്തിൻ്റെ ഒരു ചെറിയ പങ്ക്, ഉദാഹരണത്തിന് ചപ്പാത്തിയാണ് എന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി, അതല്ല നിങ്ങൾ ചോറാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കുമ്പിള് ചോറ്,
ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ചേക്കണം. രാവിലെ എടുത്ത് അതങ്ങ് കളഞ്ഞാൽ മതി. അത്രയും വരുന്ന നഷ്ടമായിക്കൊള്ളട്ടെ, പക്ഷെ അത് വെച്ചിട്ട് രാത്രി അടച്ചു വെച്ചിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളവും ആ ഒരു പാത്രം ആഹാരവും, ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഒരു കുമ്പിള് മതി, ആഹാരവും വെച്ചിട്ട് സുഖമായിട്ട് പോയി ഉറങ്ങുക എന്നുള്ളതാണ്. ഇത് പ്രേതങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ നമ്മളുടെ പിതൃക്കന്മാർക്ക്, പൂർവികർക്ക്, അവർക്ക് മടങ്ങുന്നതിന് മുമ്പ് അവകാശപ്പെട്ടതാണ് എന്നുള്ളതാണ് സങ്കല്പം. ഇത് ചെയ്യുന്ന വീട്ടമ്മമാർക്ക് നാൾക്ക് നാൾ ഉയർച്ചയുണ്ടാവും കേട്ടോ. ആയുരാരോഗ്യ സൗഖ്യവും ഐശ്വര്യവും ആ വീടിനുണ്ടാവും. ഏതൊരാപത്തിലും പിതൃക്കന്മാരുടെ കരുതൽ ആ വീട്ടിലെ ഗൃഹനാഥയ്ക്കുണ്ടാവും, സ്ത്രീക്കുണ്ടാകും എന്നുള്ളതാണ്. രാത്രി അടുക്കളവാതിലൊക്കെ അടച്ച് കിടക്കാനായിട്ട് പോകുന്നതിന് മുമ്പ്, എല്ലാ ജോലിയും തീർത്ത് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പാത്രത്തിൽ ഒരു കുമ്പിൾ ആഹാരം, ഒരു ഗ്ലാസ് ജലം അടച്ചു വെച്ച് ഡൈനിങ് ടേബിളിലോ അടുക്കളയിലോ വെച്ചിട്ട് സുഖമായി പോയി കിടന്നിറങ്ങുക. പിറ്റേന്ന് രാവിലെ അത് വേറെ ഒന്നിനും എടുക്കാൻ നിൽക്കരുത്, അതെടുത്ത് കളയുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പിതൃപ്രീതി കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മളുടെ വിശ്വാസങ്ങൾ പറയുന്നത്. ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും ഫലവത്താകുന്ന ഒരു കർമ്മമാണിത്. ഇതാണ് 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് പറ്റുന്നവർ ചെയ്താൽ മതി, എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. വീട്ടിനടുത്ത് മഹാവിഷ്ണു ക്ഷേത്രം അല്ലെ മഹാവിഷ്ണു ഭാവത്തിലുള്ള, അതായത് നാരായണ ക്ഷേത്രം, അതായത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ശ്രീരാമസ്വാമി ക്ഷേത്രം, പരശുരാമ ക്ഷേത്രം, നരസിംഹമൂർത്തി ക്ഷേത്രം, അങ്ങനെ ഭഗവാന്റെ ഏത് അവതാര ഇതിലുള്ള ക്ഷേത്രങ്ങളാണ്, വൈഷ്ണവാദി ക്ഷേത്രങ്ങളാണ് എന്നുണ്ടെങ്കിലും ആ ക്ഷേത്രത്തിൽ ഭഗവാന് കരിക്ക് സമർപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ മണ്ണിൽ, നിങ്ങളുടെ ഐശ്വര്യം വിളങ്ങുന്ന, നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ മണ്ണിൽ വിളഞ്ഞ തെങ്ങിലുള്ള ഒരു കരിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത്. പൂർവികരായിട്ട് കൈമാറി വന്ന സ്വത്ത് അനുഭവിക്കുന്ന വീടുകളാണ് എന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ വിളഞ്ഞ ഒരു നാളികേര വൃക്ഷത്തിൽ നിന്ന് ആ അടർത്തിയെടുക്കുന്ന കരിക്ക് കൊണ്ടുപോയി ഭഗവാന്റെ തിരുസന്നിധിയിൽ, നാരായണമൂർത്തിയുടെ ഏത് ഭാവത്തിലുള്ള അമ്പലമാണ് എന്നുണ്ടെങ്കിലും ആ തിരുനടയ്ക്കൽ വാവ് ദിവസം രാവിലെ കൊണ്ടുപോയി സമർപ്പിക്കുക. അതിൽ പരമൊരു ഐശ്വര്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം. ഇതാണ് 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്. 9ാമത്തെ കാര്യം എന്ന് പറയുന്നത് പറ്റുന്നവർ ചെയ്താൽ മതി. വീട്ടിൽ ഒരു ചെറിയ പാത്രത്തിൽ ഉപ്പ് വയ്ക്കുക കേട്ടോ. രാവിലെ കർക്കിടക വാവ് ദിവസം രാവിലെ തന്നെ ഒരു നല്ല ബൗൾ, അല്ലെ തലേ ദിവസം രാത്രിയിലേ വെച്ചാലും കുഴപ്പമില്ല, ഒരു നല്ല ബൗൾ നിറയെ ഉപ്പ് വയ്ക്കുക. എവിടെ വെക്കണമെന്ന് ചോദിച്ചാൽ ബെഡ്റൂമിൽ വെക്കുക, നിങ്ങളുടെ കിടപ്പ് മുറിയിൽ വെക്കുക. അതായത് വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം എവിടെയാണ് ആ മുറിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അല്ല എല്ലാ ബെഡ്റൂമിലും വെക്കണം. കൂടുതൽ ബെഡ്റൂമുള്ള വീടാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ബെഡ്റൂമിൽ വെക്കണമെങ്കിലും വെക്കാവുന്നതാണ്. ഒരു കുമ്പിള് പാത്രത്തിൽ നല്ല ഉപ്പ്, അത് കല്ലുപ്പുള്ളവരാണ് എന്നുണ്ടെങ്കിൽ കല്ലുപ്പ് വെക്കുക, അല്ല സാധാരണ ഉപ്പാണെന്നുണ്ടെങ്കിൽ ഒരു ബൗള് പാത്രത്തിൽ ഉപ്പ് നിറച്ച് അത് നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കുക, കിടപ്പ് മുറിയിൽ വെക്കുക. അത് കിടപ്പ് മുറിയിൽ വെക്കുക, വെച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക. രാത്രിയായി പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് വാവ് ബുധനാഴ്ചയാണ് എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച രാവിലെ ആ ഉപ്പ് ബൗള് ബെഡ്റൂമിൽ വെച്ചിരിക്കുന്ന എടുത്തുകൊണ്ട്, ബെഡ്റൂമിൻ്റെ ഏതെങ്കിലും തട്ടിയനങ്ങാത്തൊരു ഭാഗത്ത് വെച്ചാൽ മതി, അത് കൊണ്ടുപോയി അത് ജലത്തിൽ അലിയിച്ച് കളയുക. ഈ ഉപ്പ് വയ്ക്കുന്നത് എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും, നമ്മൾ ചിങ്ങത്തിലേക്ക് കടക്കാൻ പോവുകയാണ്, എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ, അതായത് നെഗറ്റീവ് ഊർജങ്ങളെയും ഇല്ലാതാക്കാൻ, നമ്മളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മമാണ്. അപ്പോൾ എല്ലാവരും ഒരു ബൗള് ഉപ്പ് വയ്ക്കുക എന്നുള്ളതാണ് 9ാമത്തെ കാര്യം. അപ്പം ഞാൻ 9 കാര്യങ്ങൾ പറഞ്ഞു തന്നു. 9ഉം പറ്റണമെന്നില്ല. ഈ 9ൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന 2 കാര്യം വാവ് ദിവസം ചെയ്യുക. ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യുന്നത് കൂടുതൽ ഉത്തമം. അല്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവസാനം പറഞ്ഞ കാര്യങ്ങളായാലും ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും അതിൻ്റെ ഐശ്വര്യം കിട്ടും. ഈ ഒരു പിതൃ ദിവസത്തിൻ്റെ പ്രത്യേകത, പിതൃപ്രീതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെക്കാൾ നമ്മളുടെ സന്തതി പരമ്പരകൾക്കാണ് അതിൻ്റെ ഐശ്വര്യം കിട്ടുന്നത്. നമ്മുടെ മക്കൾക്ക്, മക്കളുടെ മക്കൾക്ക് ഒക്കെയാണ് അതിൻ്റെ ഐശ്വര്യം കിട്ടുന്നത് എന്ന് പറയുന്നത്. മുത്തശ്ശൻ മുത്തശ്ശിമാരായിട്ടുള്ളവരൊക്കെ നിർബന്ധമായിട്ടും ഇത് ചെയ്യണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, മക്കൾക്ക് അതിൻ്റെ ഐശ്വര്യം കിട്ടും. എല്ലാ തരത്തിലും അവരുടെ ഉയർച്ച കാണാനുള്ള യോഗവും നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അമ്മ മഹാമായ സർവശക്ത പൊന്നുതമ്പുരാട്ടി മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. നന്നായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.